നമസ്കാരം, ഇതൊരു അൺബോക്സിംഗ് വീഡിയോ ആണ്. ഇതാണ് ഒരു മൊബൈലാണ്, ഒരു ബഡ്ജറ്റ് ഫോണാണ്. ഇത് നമ്മൾ കസിന് വേണ്ടിയിട്ട് ഓൺലൈൻ ക്ലാസ്സിന് വേണ്ടി എടുത്തതാണ്. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ് കാണിക്കാം. ബഡ്ജറ്റ് ഫോണാണ്. ഇത് ഏകദേശം ഒരു 2 മാസത്തോളം ഇറങ്ങിയിട്ട് കുറച്ച് പേരെങ്കിലും കണ്ടിട്ടുണ്ടാവും. കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യാൻ തന്നിട്ടുണ്ടാവും. ഫ്ലിപ്കാർട്ടിൽ നിന്ന് എടുത്തത്. പേര് C12 Realme ആണ്. Realme C12. റേറ്റ് വരുന്നത് ഒരു ഓഫറുണ്ട്, ബിഗ് ബില്യൺ ഡേയ്സിൻ്റെ ഒരു ഓഫറുണ്ട്. ഇതിൽ എഴുതിയിരിക്കുന്ന റേറ്റ് ഞാൻ എടുത്തത് 8000 രൂപയ്ക്കാണ് കേട്ടോ. അത് EMI ആയിട്ടാണ് ഞാൻ എടുത്തത്. 3 മാസത്തെ EMI, ബജാജ് കാർഡ് വെച്ച് 3 മാസത്തെ EMI ആയിട്ട് എടുത്തത്. അപ്പോൾ നമുക്കത് അൺബോക്സ് ചെയ്യാം. അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്യുന്നതിന് മുമ്പ് ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ മെയിൻ ഫീച്ചർ വരുന്നത് 6000 mAh ബാറ്ററിയാണ് മെയിൻ ഫീച്ചർ വരുന്നത്. പിന്നെ അതിന് ഡിസ്പ്ലേ വരുന്നത് 6.5 ഇഞ്ച് മിനി ഡ്രോപ്പ് ഫുൾ സ്ക്രീൻ ഡിസ്പ്ലേ വരുന്നുണ്ട്. ക്യാമറ ട്രിപ്പിൾ ക്യാമറയാണ്, 13 മെഗാ പിക്സലിൻ്റെ ബാക്ക് ട്രിപ്പിൾ ക്യാമറ. ഫ്രണ്ട് 5 ആണെന്ന് തോന്നുന്നു, അത് ഇതിൽ എഴുതിയിട്ടില്ല. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. 5 ആണെന്ന് തോന്നുന്നു. പിന്നെ ഫിംഗർ പ്രിന്റ് സെൻസർ മെയിനായിട്ട് ഇതാണ്. അത് കുട്ടികൾക്ക് പഠിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ ബാറ്ററി ബാക്കപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നോർമലി ഒരു അത്യാവശ്യം കാര്യങ്ങളൊക്കെ സേവ് ചെയ്യാവുന്ന ഒരു ഓപ്ഷനിൽ 3GB റാം ഉണ്ട്, 32 ROM ഉണ്ട്. അപ്പോൾ ഇതാണ് മൊബൈൽ. ഇതാണ് ഫുൾ ഡിസ്പ്ലേ ആണ്. ഫുൾ ഡിസ്പ്ലേ. ഇതിൻ്റെ മെയിൻ ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ബാറ്ററിയാണ്. 6000 mAh ആണ് ബാറ്ററി വരുന്നത്. പിന്നെ റിവേഴ്സ് ചാർജറും ഉണ്ട്. നമുക്ക് വേറെ മൊബൈലിലോട്ട് എന്തെങ്കിലും ഇത് വെച്ചിട്ട് റീചാർജ് ചെയ്യാം. പിന്നെ ക്യാമറ വരുന്നത് 13 മെഗാ പിക്സലിൻ്റെ 3 ക്യാമറയാണ് വരുന്നത്. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. പിന്നെ ഉള്ളത് ഇത് ഫാസ്റ്റ് ചാർജർ, അഡോപ്റ്റർ, അതിൻ്റെ കേബിള് അത്യാവശ്യം ലെങ്ത് ഉള്ള ടൈപ്പ് കേബിളാണ്. അത്യാവശ്യം ലെങ്ത് ഉണ്ട്. അപ്പോൾ നോർമലി നമുക്ക് സ്റ്റുഡൻസിനെ അപേക്ഷിച്ചാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ഇതിൽ ഉപയോഗിക്കാൻ പറ്റും. കാരണം ബാറ്ററി ഉണ്ട്. അവർക്ക് ഓൺലൈൻ ക്ലാസ്സിന് മെയിനായിട്ട് വേണ്ടത് വീഡിയോ, ചിലപ്പോൾ സൂമിലായിരിക്കും, അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റിലായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ PDF ഫയൽ അല്ലെങ്കിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഇതിൽ അത്യാവശ്യം ആ സ്പേസ് കാര്യങ്ങളുണ്ട്. നല്ല ബാറ്ററി ബാക്കപ്പ് ഉണ്ട്. പിന്നെ ഇതിൽ വരുന്ന ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി വരുന്നത് ഇതിൽ ഇൻബിൽട്ട് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആമസോണിൻ്റെ ഇത് വരുന്നുണ്ട്, ക്രോം വരുന്നുണ്ട്. പിന്നെ വരുന്നത് ഫേസ്ബുക്ക് ഓൾറെഡി ഇൻബിൽട്ട് ആയിട്ട് ഓൾറെഡി ഇതിലുണ്ട്. നമ്മൾ വേറെ ഡൗൺലോഡ് ചെയ്യേണ്ട കാര്യമില്ല. ഗൂഗിൾ പേ ഓൾറെഡി ഉണ്ട്, മെയില്, അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. പിന്നെ വരുന്നത് ബാക്കി ആസ് യൂഷ്വൽ നമ്മുടെ മൊബൈലിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ക്യാമറ ക്ലാരിറ്റി ചെക്ക് ചെയ്യാം. ഫോണിൽ കൂടെ കാണുമ്പോൾ നല്ല ക്ലാരിറ്റി ഉണ്ട്. ഇനി നമുക്ക് എടുത്തു നോക്കാം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്ലാരിറ്റി ഉണ്ട്. ഒന്നും കൂടി ട്രൈ ചെയ്തിട്ട് കേട്ടോ. പോർട്രേറ്റിൽ നിന്ന് എടുത്ത് നോക്കാം. പോർട്രേറ്റ് മോഡല് നോക്കട്ടെ. ഫ്രണ്ട് ക്യാമിൻ്റെ ക്ലാരിറ്റി ചെക്ക് ചെയ്യാം. ഫ്രണ്ട് ക്യാം ഒരു ആവറേജ് ക്ലാരിറ്റി ഉണ്ട്. നല്ല വെളുപ്പിച്ചൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇതാണ് ഫ്രണ്ട് ക്യാമിൻ്റെ ക്ലാരിറ്റി. വീഡിയോ ക്ലാരിറ്റി കൂടി ചെക്ക് ചെയ്യാം കേട്ടോ. നമുക്ക് വീഡിയോ ക്ലാരിറ്റി ചെക്ക് ചെയ്യാം. നോക്കട്ടെ. വീഡിയോ ക്ലാരിറ്റി കുഴപ്പമില്ല. അപ്പോൾ ചെക്ക് ചെയ്തിടത്തോളം ഓവറോള് നല്ലൊരു ഫോണാണ്. കാരണം അതിൻ്റെ മെയിനായിട്ട് ഡിസ്പ്ലേ, ഹൈ ഡിസ്പ്ലേ, ബാറ്ററി, പിന്നെ ക്ലാരിറ്റി നോർമലി നല്ല ക്ലാരിറ്റിയാണ്. അപ്പോൾ വീഡിയോ എടുത്തപ്പോഴും സ്റ്റിൽസ് എടുത്തപ്പോഴും ഫ്രണ്ട് ക്യാം ആണെങ്കിൽ ബാക്ക് ക്യാം ആണെങ്കിൽ ആവറേജ് നല്ല ക്ലാരിറ്റി ഉണ്ട്. പോർട്രേറ്റാണ് നല്ല ക്ലാരിറ്റി കേട്ടോ. അപ്പം എന്തുകൊണ്ടും നിങ്ങൾക്ക് സ്റ്റുഡൻസിനാണെങ്കിലും നോർമൽ വേറെ ആൾക്കാരാണെങ്കിലും ബഡ്ജറ്റ് നല്ലൊരു ബഡ്ജറ്റ് ഫോണാണ്. 2000 രൂപയ്ക്ക് കിട്ടാവുന്ന നല്ലൊരു ബഡ്ജറ്റ് ഫോണാണ് Realme C12. അപ്പോൾ
ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്നു വിചാരിക്കണം. കാരണം സ്റ്റുഡൻസിനെ അപേക്ഷിച്ച് എല്ലാവരും ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ കസിന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കസിന് വേണ്ടി എടുത്തതാണ്. അപ്പോൾ അവർക്ക് ഇത് കൊണ്ടുകൊടുക്കാൻ പോവാണ്. അപ്പോൾ അതിന് മുമ്പും ചെക്ക് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്കും കൂടി ഉപകാരമാകുമല്ലോ. എനിക്കും കാണാം എങ്ങനെയുണ്ട്, ഇനി ഇത് ബോക്സ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ കാര്യങ്ങൾ നമുക്ക് ഇപ്പം ചെക്ക് ചെയ്തിട്ട് കൊണ്ടുകൊടുക്കാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കണം. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.